നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മളിന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അതിന് മുമ്പ് പേഴ്സണൽ റീഡിങ്സ് ഓപ്പൺ ആണ്, താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യൂ. ഓക്കെ, ആൻഡ് നമ്പർ ഇവിടെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, അത് നോക്കിയിട്ട് സേവ് ചെയ്ത് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോളൂ. ഓക്കെ, നമുക്ക് നോക്കാം. ആൻഡ് ഇവിടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എടുക്കുന്നത് റിലേഷൻഷിപ്പിൽ, ആക്ച്വലി ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ടല്ല, ജസ്റ്റ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആയിട്ടാണ് എടുക്കുന്നത്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നു, നിങ്ങൾക്ക് ഇൻ ആൻഡ് ഔട്ട് കോൺടാക്ട് കാര്യങ്ങൾ എന്ത് തന്നെയായാലും ശരി, റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഓക്കെ, അതിനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. രണ്ടും ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇത് ഒറക്കൽ കാർഡ്സ് മാത്രമാണ്, നമുക്കത് നോക്കിയിട്ട് ഞാൻ കുറച്ച് കാർഡ്സ് എടുത്ത് വെക്കാം, എന്നിട്ട് പറയാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ട ഗൈഡൻസ്. ഓക്കെ, ഇതിൽ നമുക്ക് സിറ്റുവേഷനും കുറച്ചൊക്കെ കിട്ടും. ഓക്കെ, നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആയിട്ടും വരും. രണ്ടും നോക്കാം. റിമോഴ്സ്ഫുൾ സ്പേസ്, പാഷൻ, പ്രൊഫൗണ്ട് ആൻഡ് അഫെക്ഷനേറ്റ്. ആക്ച്വലി നല്ല കാർഡ്സാണ് വന്നത്. ഓക്കെ, valuable, being in love, restore. Okay, steadfast, ടെക്സ്റ്റ് മെസ്സേജ്. ഓക്കെ, ഇന്ന് ആക്ച്വലി വളരെ ഞാൻ വിചാരിച്ച പോലെ, ഞാൻ വിചാരിച്ചൊന്ന് നെഗറ്റീവ് ആയിരിക്കും വരികയെന്ന്, ബട്ട് വന്നതൊക്കെ പോസിറ്റീവായിട്ട്. എനിവേ, നന്നായി. ഓക്കെ, ഇവിടെ കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ്. ഓക്കെ, അവർക്ക് ഒരുപാട് ഗിൽട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അവർക്ക് കുറ്റബോധമുണ്ട് അവരുടെ മനസ്സിൽ. ആൻഡ് കാരണം അവർ ചെയ്ത കാര്യങ്ങൾ എന്തോ തെറ്റാണെന്ന് ഉള്ള തിരിച്ചറിവ് അവർക്ക് വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും അത് നല്ലൊരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ തിങ്ക് സെപ്പറേഷൻ ഉണ്ട്. ഇവിടെ സ്പേസ് എന്ന് കാണുന്നുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് എ ടെമ്പററി സ്പ്ലിറ്റ്. വി റിക്വയർ സ്പേസ് ടു സോർട്ട് ഔട്ട് അവർ മഡിൽ തോട്ട്സ്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ചെറിയ ഒരു വഴക്കോ പ്രശ്നമോ വന്നിട്ട് ചിലപ്പോൾ അവർ ബ്ലോക്ക് ചെയ്ത് പോയി, അല്ലെങ്കിൽ ആരും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, സോറി ഞാൻ വിട്ടുപോയി, ബ്ലോക്ക് ചെയ്ത് പോയ കാര്യം. ഓക്കെ, സോറി, എൻ്റെ നാളേക്കുള്ളത് എന്തായാലും ആ റീഡിംഗ് ആയിരിക്കും കേട്ടോ. ആരോ ചോദിച്ച ആളുണ്ടായിരുന്നു ബ്ലോക്ക്ഡ് ആണെങ്കിൽ ഓപ്പൺ ആവുമോ എന്നുള്ളത്. ഓക്കെ, എന്തായാലും ഇവിടെ ഇപ്പോൾ കിട്ടുന്നത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വഴക്കിട്ട് പെട്ടെന്ന് പോയി, ബ്ലോക്ക് ചെയ്ത് പോയി, ദേഷ്യപ്പെട്ട് പോയി എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് തിരിച്ച് വരും എന്തായാലും. ഓക്കെ, ഇത് ടെമ്പററി ആണ് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അതായത് ടെമ്പററി, ജസ്റ്റ് ഒരു കുറച്ച് സമയത്തേക്കുള്ള ഒരു ദേഷ്യമോ കാര്യം മാത്രമാണ്, അതങ്ങനെ പൊക്കോളും, അത് മാറിക്കോളും എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മളൊന്ന് സ്പേസ് എടുക്കുകയാണ് എന്നുള്ള രീതിയിലാണ്. അതായത് ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ബ്ലോക്ക് ആക്കിയിട്ട് അത് പോകും അല്ലേ. അത് ആ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലതാണ്. കാരണം സംസാരിച്ചു കൊണ്ടിരുന്ന ചിലപ്പോൾ വഴക്കോ പ്രശ്നമോ കൂടും. ആൻഡ് ഓക്കെ, ആക്ച്വലി ഓർമ്മ വന്ന സ്ഥിതിക്ക് ഇതും പറയാം, ഫുൾ മൂൺ വരുന്നുണ്ട്. വളരെ കെയർഫുള്ളായിട്ടിരിക്കുക. നാളെയാണ് തോന്നുന്നു ഫുൾ മൂണ്. എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക. ആരും പേഴ്സണോടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും നിങ്ങൾ ശാന്തത വെക്കാൻ പഠിക്കുക, മൗനം വെക്കാൻ പഠിക്കുക. ഇന്നത്തെ ദിവസം ഇന്നല്ല, ഒരു 2-3 ദിവസത്തേക്ക് പ്രത്യേകിച്ചും ഞാനിതിവിടെ ടൈപ്പ് ചെയ്ത് അടക്കം വിടാം. ഓക്കെ, പ്ലീസ് സ്റ്റേ അവേ. അവരുടെ അടുത്ത് സംസാരിക്കാൻ നിൽക്കണ്ട, ആർഗ്യൂ ചെയ്യാൻ പോകണ്ട. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ കൈവിട്ട് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്നോട് വന്ന് കംപ്ലയിൻറ്റ് പറയരുത്. ഞാനിവിടെ ഓൾറെഡി വാർണിംഗ് തന്നു കഴിഞ്ഞു. ഓക്കെ, സോ ഇവിടെ യെസ്, നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം. സോ എന്തായാലും ഇവിടെ അങ്ങനെ ടെമ്പററി ഒരു സ്പ്ലിറ്റ് മാത്രമാണ് ഉണ്ടെങ്കിൽ തന്നെ, നിങ്ങളിപ്പോൾ ഓൾറെഡി ബ്ലോക്ക്ഡ് ഒക്കെ ആണെങ്കിൽ അവർ ഓപ്പൺ ചെയ്യും, അത് ബ്ലോക്ക് ഓപ്പൺ ആവും, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും കണക്ഷൻ വരും. ഡോണ്ട് വറി. ഓക്കെ, അവർക്ക് കുറ്റബോധമുണ്ട്, അവർക്ക് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റബോധമുണ്ട്, നിങ്ങൾ ചെയ്തതിൻ്റെ കാര്യത്തിൽ അവർക്ക് കുറ്റബോധമുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ പാഷൻ പറയുന്നത്, ദ പാഷൻ ഇൻ അവർ ലവ് ഇസ് ലൈക്ക് എ ഫയർ ദാറ്റ് നെവർ ഡൈസ്. നിങ്ങൾ തമ്മിലുള്ള അട്രാക്ഷനോ പാഷനോ സ്നേഹമോ എന്തു തന്നെയായാലും ഓക്കെ, ആ ഒരു തീയാണെന്നാണ് പറയുന്നത്. ആ തീ അണയില്ല എന്നാൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ അത് എന്തായാലും ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഈ ചെറിയ വഴക്കോ പ്രശ്നങ്ങളോ വരുമ്പോൾ നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടുകയാണ്, അയ്യോ അങ്ങനെയായോ ഇങ്ങനെയായോ എന്നൊക്കെ. നമ്മൾ ഒരു സാധാരണ ഒരു മനുഷ്യനെ എടുത്ത് നോക്കൂ, നിങ്ങൾ അവനവനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഓക്കെ, നമ്മളിപ്പോൾ ആരെങ്കിലും ഒരു വഴക്കോ പ്രശ്നമോ ഉണ്ടായോ, ആരോടെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അവരോട് ഒരു മിനിറ്റിന് ദേഷ്യം വന്നു വരും അല്ലേ. നിങ്ങൾക്കൊരു ചെറിയൊരു പിണക്കം തോന്നിയെന്ന് വരും, ദേഷ്യം തോന്നിയെന്ന് വരും, സങ്കടം തോന്നിയെന്ന് വരും, കുറച്ച് ചീത്ത പറയും. ഓക്കെ, ബട്ട് എന്ന് വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് അങ്ങനെ ആ പേഴ്സൺ അങ്ങനെ മായ്ച്ചു കളയാൻ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെയല്ലേ മറ്റേ വ്യക്തിയും. ഓക്കെ, നിങ്ങൾ ഓവറായിട്ട് ചിന്തിച്ചു കൂട്ടണം. അവരും ഹ്യൂമൺ ആണ്, അവരും മനുഷ്യനാണ്. ഓക്കെ, ഒരു ചെറിയ ഇഷ്യൂസൊക്കെ വരും എന്ന് വെച്ചാൽ ഓക്കെ, ഒരു അകൽച്ച വയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം അത് നിങ്ങളെ മറന്നു എന്നോ മായ്ച്ചു കളഞ്ഞു എന്നോ അല്ല ഒരിക്കലും.
അതൊക്കെ സാഹചര്യത്തിനനുസരിച്ച്, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലവർക്ക് ഒരു ഈഗോ വെച്ചിട്ട് അല്ലേ സംസാരിച്ച് കഴിഞ്ഞാൽ ഇനി താണു വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ സംസാരിച്ച് വന്നു കഴിഞ്ഞാൽ വീണ്ടും വഴക്കായാലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, അങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ടാണ് അത് മാറ്റിവെക്കുന്നത്. അല്ലാതെ നിങ്ങളെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു അല്ലെങ്കിൽ നിങ്ങളെ വിട്ട് കളഞ്ഞു എന്ന രീതിക്ക് ഒരിക്കലും അല്ല. സോ അത് ഈ ഒരു കാര്യം, ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങളുടെ ടെൻഷൻസ് പകുതി കുറയും. ഓക്കെ, അതിനുവേണ്ടി പറയുകയാണ്. ഓക്കെ, ഇവിടെ പാഷൻ യെസ് നിങ്ങൾ തമ്മിലുള്ളത് തീർച്ചയായിട്ടും ആ ഒരു ഫയർ, ആ സ്നേഹത്തിൻ്റെ ഫയർ അവരുള്ളിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. എവിടെ നിന്നാലും ശരി, എത്ര അകന്നാലും ശരി. ഓക്കെ, പ്രൊഫൗണ്ട്, യു ആർ അൺഫർഗെറ്റബിൾ. യെസ്, ഞാൻ ഇപ്പം എന്താ പറഞ്ഞത്, അത് വായിച്ചിട്ടല്ല കേട്ടോ. യു ആർ അൺഫർഗെറ്റബിൾ, യു ഹാവ് ലെഫ്റ്റ് എ പെർമനൻറ്റ് മാർക്ക് ഓൺ മൈ സോൾ. സി, നിങ്ങൾ തമ്മിലുള്ളത് ആ ഒരു അൺഫർഗെറ്റബിൾ ആണ്. നിങ്ങളെ മറക്കാൻ സാധിക്കില്ല. ഓക്കെ, മാറ്റിവെക്കാം, ഒരല്പം മാറ്റിവെക്കാം, വേണം വെച്ച് ചില സാഹചര്യങ്ങൾ കാരണം മാറ്റിവെക്കാം, അതെല്ലാം ഓക്കെ. ബട്ട് മനസ്സിൽ നിന്ന് എടുത്ത് കളയല് ഉണ്ടാവില്ല, മറക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഞാനിവിടെ അഫെക്ഷനേറ്റ്, ദർ ഈസ് വൺ പേഴ്സൺ ഹു ഹാസ് ഡീപ്പ് ഫീലിങ്സ് ഫോർ യു. അത് ഇതിപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പേഴ്സൺ, അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട് എന്ന് നിങ്ങൾ കണക്കാക്കാം. ഓക്കെ, വളരെ ഡീപ്പ് ഫീലിങ്സ് ആണ് എന്നാണ്. എൻ്റെ ഇവിടെ വാല്യുബിൾ, ബി കെയർഫുൾ ഹൂ യു സ്പെൻഡ് യുവർ ടൈം വിത്ത്, ഇറ്റ്സ് വാല്യുബിൾ. സി, നിങ്ങളിപ്പോൾ ചെയ്യുന്നത് മേ ബി എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഇപ്പോൾ പേഴ്സണുമായിട്ട് അകൽച്ചയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ആരോടെങ്കിലുമൊക്കെ ഇതിനെപ്പറ്റി ഒരുപാട് സംസാരിക്കുന്നുണ്ടാവും. ഓക്കെ, മറ്റുള്ളവർ നിങ്ങൾ ചിലപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ ഇതിനെപ്പറ്റി പറയുന്നുണ്ടാവും, കംപ്ലയിൻറ്റ് പറയുന്നുണ്ടാവും, പറ്റുന്നവർ, എല്ലാവരും അല്ല, കുറച്ച് പേര്. ഓക്കെ, സോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ് നിങ്ങൾ ആ സമയം വെറുതെ അങ്ങനെ നെഗറ്റീവ് പറയാതിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നെഗറ്റീവ് പറയരുത്. കാരണം ആ സിറ്റുവേഷനിൽ നിങ്ങൾ നെഗറ്റീവ് അവരെക്കുറിച്ച് പറയും തോറും ആ നെഗറ്റീവ് തന്നെ നടക്കും. സോ നിങ്ങൾ ആരോടും ഇതിനെപ്പറ്റി ഒന്നും അധികം സംസാരിക്കാതിരിക്കുക. എന്ന് മാത്രമല്ല, നിങ്ങളുടെ സമയം ഓക്കെ വിലപ്പെട്ട സമയമാണ്. നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ടൊക്കെ കരയാനുള്ളതല്ല, വെറുതെ അതിനെ കളയാനുള്ള സമയമല്ല. ഓക്കെ, അതിനെ നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്യൂ, എന്തെങ്കിലും കാര്യമായ കാര്യങ്ങൾക്ക് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യൂ. ഓക്കെ, ബീങ് ഇൻ ലവ് എന്ന് പറയുന്നുണ്ട്. ഐ ആം വില്ലിംഗ് ടു വേസ്റ്റ് എവറി മിനിറ്റ് ടു എക്സ്പീരിയൻസ് അഡ്വഞ്ചേഴ്സ് ഓൺ അവർ ബക്കറ്റ് ലിസ്റ്റ് വിത്ത് യു. സി, അവർ നിങ്ങളോട് സ്നേഹം തന്നെയാണ്. ഓക്കെ, വളരെയധികം സ്നേഹമുണ്ട്. അവർ ആഗ്രഹിക്കുന്ന തിരിച്ചു വന്ന് നിങ്ങളൊരു ബക്കറ്റ് ലിസ്റ്റൊക്കെ അത് പറയില്ലേ, എന്താണ് എനിക്ക് അവിടെ പോകണം, ഇവിടെ പോകണം, ഇന്ന കാര്യം ചെയ്യണം എന്നൊക്കെ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കില്ലേ. നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു എന്തെങ്കിലും പ്ലാനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ശരിക്കും നിങ്ങളുടെ കൂടെ അതൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട്. ആൻഡ് ഇവിടെ റീസ്റ്റോർ കാണുന്നുണ്ട്. വി ഹാവൻ ബീൻ സോ ക്ലോസ് ഫോർ എ വൈൽ നൗ. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അകൽച്ച വന്നിട്ടുണ്ടായിരുന്നു, കുറച്ചായിട്ട് ഒരു ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടെന്ന് അവർ പറയുന്നത്. അത് വീണ്ടും നമ്മൾ തമ്മിലൊന്ന് റീസ്റ്റോർ ചെയ്തെടുക്കണം, നമ്മൾ വീണ്ടും ഒന്ന് ശരിയാക്കി എടുക്കണം എന്നാണ്. ആൻഡ് സ്റ്റെഡ് ഫാസ്റ്റ്, ഈവൻ ദോ യു ആർ നോട്ട് വിത്ത് മീ മൈ ലവ് ഫോർ യു ഗ്രോസ് എവറി ഡേ. അത് ആക്ച്വലി ഒരു സെപ്പറേഷൻ ഫീലാണ് ഇന്നത്തെ റീഡിങ്ങിന് കൂടുതലും വരുന്നത്. ഐ തിങ്ക് നിങ്ങൾ പേഴ്സണുമായിട്ട് അകൽച്ചയായിരിക്കാം, സംസാരം ഉണ്ടാവില്ല, കുറവായിരിക്കാം, ഈവൻ കുറവായിരിക്കാം, ചിലപ്പോൾ അങ്ങനെയാവാം. ഇതങ്ങനെയുള്ളൊരു കൂടുതലും അങ്ങനെയാണ് വരുന്നത്. ഈവൻ ദോ നമ്മൾ ഒന്നിച്ചല്ലെങ്കിലും ഓക്കെ, എൻ്റെ സ്നേഹം എന്നും കൂടിയാണ് വരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഡിസ്റ്റൻസ് ക്രിയേറ്റ്സ് മോർ ലവ് എന്നാണ് പറയുക സത്യം പറഞ്ഞാൽ. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലാവാഞ്ഞിട്ടാണ്, നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു പവർ നിങ്ങൾ മനസ്സിലാക്കാഞ്ഞിട്ടാണ്. നിങ്ങളെ കരഞ്ഞും ഇതാക്കിയിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ നെഗറ്റിവിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ അതിന് പകരം ആ ഒരു സ്പേസ് കിട്ടുന്നത് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്താൽ ശരിക്കും നിങ്ങൾക്ക് നല്ലൊരു ബന്ധം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ടെക്സ്റ്റ് മെസ്സേജ്, ഐ ഓഫൻ പേ അറ്റൻഷൻ ടു യു, ലെറ്റ്സ് ഡിസ്കസ് അവർ ഇഷ്യൂസ് ആൻഡ് മൂവ് ഫോർവേഡ്. അഗൈൻ സെയിം തിങ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ വഴക്കോ പ്രശ്നം ഉണ്ടായ ഒരു കാര്യമാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്ന ഇന്നത്തെ റീഡിങ്ങിൽ കൂടുതലും. ഓക്കെ, നിങ്ങൾ തമ്മിൽ സംസാരിച്ച് കാര്യങ്ങളെ ബെറ്റർ ആക്കണം എന്നാണ് അവർ പറയുന്നത്. നമുക്ക് സംസാരിക്കാം, ഓക്കെ, ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ ശരിയാക്കാം എന്ന് പറയുന്നത്. ആക്ച്വലി ഇന്ന് വളരെ പോസിറ്റീവ് മൂഡിലാണ് അവർ. ഓക്കെ, ആക്ച്വലി ഫുൾ മൂണിൻ്റെ എഫക്റ്റ് ഞാൻ തിരിച്ചാണ് വിചാരിച്ചത്, ബട്ട് വളരെ പോസിറ്റീവ് മൂഡിലാണ്. ഇതുവരെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അവർ ഫുള്ളി അതെല്ലാം സോൾവ് ചെയ്യാനുള്ള നല്ല മൂഡിലാണ്. ബട്ട് സംസാരിച്ച് വരുമ്പോൾ ഇന്നെങ്ങാനും സംസാരിച്ച് വന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒരു വഴക്കോ പ്രശ്നങ്ങളോ നിങ്ങൾ കംപ്ലയിൻറ്റ്സ് പറയാനോ അങ്ങനത്തെ ചെയ്യാതെ സൊല്യൂഷൻസ് ആലോചിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ശരി, ഓക്കെ, ഇങ്ങനെ ഉണ്ടായി നമ്മൾ തമ്മിൽ, ഫൈൻ, കുഴപ്പമില്ല, പോട്ടെ, സംഭവിച്ചു, ഇനി മുന്നോട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക നിങ്ങൾ. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ പേടികൾ വരാതിരിക്കട്ടെ, അതാണ് മെയിൻ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളെ മറക്കും. ഓക്കെ, നിങ്ങളെ വിട്ടു ഒന്ന് മാറി നിന്നാൽ നിങ്ങളുടെ വിചാരം എന്നുള്ള സ്നേഹം പോയി, എന്നോട് വെറുപ്പായി, അങ്ങനെയായി. നിങ്ങൾ ആ ചിന്തകളൊക്കെ നിങ്ങളൊന്ന് മാറ്റിയെടുക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് ഒരുപാട് സമാധാനം കിട്ടും. ആൻഡ് ഇത് നിങ്ങൾക്ക് ശരിയാക്കാനുള്ള ഒരു അവസരം യൂണിവേഴ്സായിട്ട് ഐ തിങ്ക് കൊണ്ടുവരുന്നുണ്ട്. പേഴ്സൺ വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് സംസാരിക്കുക. നിങ്ങളുടെ വഴക്കോ പ്രശ്നങ്ങളോ നിങ്ങളുടെ ഭാഗത്തു നിന്നാവാതെ കെയർഫുൾ ആവാം. ഓക്കെ, മിററിങ് ഈച്ച് അതർ. ഓക്കെ, സെൽഫ് ഇമേജ്, റിലേഷൻഷിപ്സ് റിഫ്ലക്റ്റ് അവർ വൂൺസ്, ഇൻട്രോസ്പെക്ഷൻ. ഓക്കെ, സി, ഇവിടെ നിങ്ങളുടെ ഉള്ളിലുള്ള പേടികൾ, നിങ്ങളുടെ ഉള്ളിൽ പല പേടികളും ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവർ വിട്ടുപോകും, എന്നെ മറക്കും, അല്ലേ, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ തനിച്ചായി പോവും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്കൊരു പേടിയുണ്ട്. അതേപോലെ തന്നെ അവരുടെ ഉള്ളിലും പലതും ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ചില പേടികളോ ചില കാര്യങ്ങളോ അവരുടെ ഉള്ളിലും ഉണ്ടാവും. ഓക്കെ,
ആൻഡ് ദ സ്നേക്ക്. ഓക്കെ, കോമ്പറ്റീഷൻ, എനിമി, ക്ലെവർ, മലീഷ്യസ്. ഓക്കെ, ഇത് നിങ്ങളുടെ ഇടയിൽ ആരോ പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ടാവാം. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടോ ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും മോശമായത് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവാം, അങ്ങനെയാവാം. അല്ലെങ്കിൽ ആരെങ്കിലും ഇടയിൽ കയറാൻ ശ്രമിക്കുന്നുണ്ടാവാം. ഓക്കെ, സോ ഇവിടെ ഒരു ഇടയിലൊരു സ്നേക്ക് എന്നുള്ളത് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക്, എല്ലാവർക്കും അല്ല, ഒരു എനിമി ഇടയിലുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ആരോടും ഒന്നും ഡിസ്കസ് ചെയ്യാതിരിക്കുക കൂടുതലും. ഓക്കെ, കീസ് ഓണറിങ് മെനി ഓപ്ഷൻസ്, ഡിസിഷൻ അൺകൺവെൻഷനൽ. ഓക്കെ, ഇവിടെ നിങ്ങളുടെ കാര്യത്തിൽ ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഓപ്ഷൻസ് ഉണ്ടാവാം. ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ മേ ബി ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ അവരുടെ ഫാമിലി, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ വേറെയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പേഴ്സണിന് തീരുമാനം എടുക്കേണ്ട സമയമാണ്. ഓക്കെ, അവർ തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നും കാണുന്നുണ്ട്. അതായത് നിങ്ങളെ അവരുടെ ലൈഫിൽ വേണം എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. വേറെ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെങ്കിലും ശരി, ഐ തിങ്ക് അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ടാണ്. ഞാൻ ഡ്രാഗൺ ഫ്ലൈ, ബി ലൈറ്റ് ഹാർട്ടഡ്, ഫൈൻഡിങ് ഔട്ട്. ഓക്കെ, തിങ്സ് കമ്മിങ് ടു ലൈഫ്. ഓക്കെ, ഇവിടെ അഗെയിൻ നിങ്ങളുടെ സിറ്റുവേഷൻ ബെറ്റർ ആവും എന്നാണ്. ഓക്കെ, പക്ഷെ ബി ലൈറ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷനെ ഒരുപാട് നിങ്ങളെ മനസ്സിലിട്ട് പെരുപ്പിച്ച് സീരിയസ് ആക്കാതിരിക്കാം. ഓക്കെ, കാര്യങ്ങൾ ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ആസ് യൂഷ്വൽ ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ എന്തുകൊണ്ടാണ് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരു നിങ്ങളുടെ ബ്രദറിനോടോ സിസ്റ്ററോടോ നിങ്ങൾ ഫൈറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വേറെ ഒരു ഫ്രണ്ടിനോട് ചിലപ്പോൾ നിങ്ങൾ ഫൈറ്റ് ചെയ്താൽ ഇത്രത്തോളം നിങ്ങൾ ടെൻഷൻ അടിക്കില്ല അല്ലേ? സോ അതേപോലെ തന്നെ ഈ ബന്ധത്തിനെ നിങ്ങൾ എന്തുകൊണ്ടാണ് പേടിക്കുന്നതെന്ന് വെച്ചാൽ ഇത് എന്നെ വിട്ടുപോകും, എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ആ പേടിയാണ് ഏറ്റവും വലിയ പേടി നിങ്ങൾക്ക്. അതാണ്. ബട്ട് അത് നിങ്ങൾ മനസ്സിലാക്കാതായിട്ട് നിങ്ങൾക്കുള്ളതാണെങ്കിൽ അതെവിടെയും പോവില്ല. ഓക്കെ, ആ കോട്ടൊന്നും വെറുതെ അല്ല. അത് ഈ കോട്ട്സ് ഉണ്ടാക്കുന്നതൊക്കെ അതിൽ ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കുള്ളതാണെങ്കിൽ അതെവിടെയും പോവില്ല. അത് മനസ്സിലാക്കുക. നിങ്ങളുടെ വാല്യൂ അറിയുന്നവർ, നിങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങൾക്ക് എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടെങ്കിലും അത് നിങ്ങളെ വിട്ട് പോവില്ല. അതങ്ങനെയാണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പലരും നിങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടൊന്നും ചെയ്തു കൊടുത്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള വഴികൾ. സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് ഈ സിറ്റുവേഷനെ ഒരുപാട് സീരിയസ് ആയിട്ട് കാണാതെ കുറച്ച് ലൈറ്റായിട്ട് എടുക്കുക. എന്ത് തന്നെ നിങ്ങൾ തമ്മിൽ വഴക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഓക്കെ പോട്ടെ, ഒരു ജസ്റ്റ് പെട്ടെന്നൊരു സംഭവം ഉണ്ടായി, സാരില്ല എന്ന രീതിക്ക് അങ്ങോട്ട് വിട്ട് കളഞ്ഞേക്കും. കിപ്പിഡ്സ് ആരോ, ഹാവ് ഫെയ്ത്ത്, ലവ് ഇസ് കമ്മിങ് സൂൺ. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് നമ്മൾ എന്താ പറയുക, മന്മഥനാണോ അല്ല കാമദേവനാണോ, കിപ്പിഡ് എന്ന് പറയുമ്പോൾ ആരെയാണ് നമ്മൾ പറയുക, അങ്ങനെ എന്തായാലും അതിൻ്റെ ആരോ നിങ്ങളെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഇടയിൽ സ്നേഹം വീണ്ടും വരും എന്ന രീതിക്കാണ് പറയുന്നത്. ഡോണ്ട് വറി. ഓക്കെ, എന്ത് തന്നെ പ്രശ്നം ഉണ്ടെങ്കിലും യൂണിവേഴ്സ് നിങ്ങളെ തമ്മിൽ വീണ്ടും അടുപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, കുറച്ചുകൂടി എടുത്തേക്കാം ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി. ഹാർട്ട് വിത്ത് എ കീ. ഓക്കെ, നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഹാർട്ടിൻ്റെ കീ അവരുടെ കയ്യിലാണ്, അവരുടെ ഹാർട്ടിൻ്റെ കീ നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, ഇത് നിങ്ങൾ തമ്മിലുള്ള പരസ്പരമുള്ള ബന്ധം. ഓക്കെ, മീറ്റിംഗ് ദ വൺ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ യെസ്, നിങ്ങൾ തമ്മിൽ ഒന്നാവേണ്ടത് തന്നെയാണ്. എൻഗേജ്മെൻറ്റ് റിംഗ്, കുറച്ച് പേർക്ക് പോസിബിൾ ആയവർക്ക് നിങ്ങൾക്കൊരു എൻഗേജ്മെൻറ്റ് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ പേഴ്സൻ്റെ ഭാഗത്ത് കമ്മിറ്റ്മെൻറ്റ് പ്രതീക്ഷിക്കാം, മാരേജ് ഓഫർ പ്രതീക്ഷിക്കാം സാധിക്കുന്നവർക്ക്. ഓക്കെ, അല്ലാത്തവർക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ, അവർക്ക് ഒരുപാട് കുറ്റബോധമുണ്ട്, അവർക്ക് മനസ്സിൽ വിഷമം ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളെ മറക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അവർ നിങ്ങളോട് കമ്മിറ്റഡ് ആണ്. ഹാമർ, സാബോട്ടേജ്, റീബിൽഡിങ്. യെസ്, അവർ തന്നെ ആക്ച്വലി ചെറിയ മിസ്റ്റേക്സ് ചെയ്തു, അവർക്കറിയാം, അതിൻ്റെ കുറ്റബോധം അവർക്കുണ്ട്. ഓക്കെ, അവർക്കറിയാം ഞാൻ തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി, ഞാൻ ചെയ്തത് തെറ്റിപ്പോയി എന്ന് അവർക്ക് തീർച്ചയായിട്ടും അറിയാം. ആക്ച്വലി വാവ്, പാഷൻ, സെയിം കാർഡ്, ഇൻസെയിൻ കെമിസ്ട്രി, ലൈക്ക് ഈച്ച് അതർ ഈക്വലി, ഹാവ് ഫൺ. സി, ഒരേ കാർഡാണ് വന്നിട്ടില്ല. നിങ്ങളോടുള്ള പാഷൻ ഒരിക്കലും അവസാനിക്കില്ല. ആ ഒരു തീ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ തീ ഒരിക്കലും അവസാനിക്കില്ല. നിങ്ങൾ പേടിക്കുക വേണ്ട, നിങ്ങളെ മറക്കുന്ന കാര്യം നിങ്ങൾ അങ്ങനെ ഒരു ചിന്തയെ വേണ്ട. ഫോട്ടോഗ്രാഫിയേഴ്സ്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ ക്യാമറയുണ്ട് ഇവിടെ. യെസ്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പഴയ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് തിരിച്ച് വരണം എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ എന്തെങ്കിലും ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കൂ. ഇറ്റ്സ് ഓക്കെ. കുറച്ച് ദിവസം ഒന്ന് ബ്രേക്ക് ആണെന്ന് വെച്ച് ആ സമയത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക ഒരുപാട്. ഓക്കെ, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കൂ. അവനവനെ സ്നേഹിക്കാൻ പഠിക്കും. ഞാൻ അതേ പറയുന്നുള്ളൂ ഇപ്പോൾ. ഓക്കെ, എനിവേ അത് ഹാപ്പി ആയിട്ടിരിക്കും. ഇതിവിടെ വലിയ പ്രോബ്ലം ആയിട്ടല്ല. ഇപ്പോഴുള്ള ഇഷ്യൂസ് ചെറിയൊരു ഇഷ്യൂ ആണ്. ശരിയായിട്ട് അവർ വരും. ആൻഡ് ബ്ലോക്കൊക്കെ ആണെങ്കിലും ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടി ഒരു സിറ്റുവേഷൻ മാറി വരുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. കുറച്ചുകൂടി ബെറ്റർ ആവുന്ന കാണുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഹാപ്പി ആയിട്ടിരിക്കുക. നന്ദി, നമസ്കാരം.